കൊല്ലം തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ കൂടുതലും മത്സ്യബന്ധനത്തിലും അനുബന്ധ മേഖലകളിലും ഉപജീവനം കണ്ടെത്തുന്നവരാണ്. ഇന്ത്യയിൽ അന്താരാഷ്ട്ര സംഘടനയായ ICSF നടത്തിയ പഠനമനുസരിച്ച് കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ മിക്കപ്പോഴും പുരുഷന്മാരാണ്. ചെറിയൊരു ശതമാനം സ്ത്രീകൾ തീരത്തിനടുത്തായി മത്സ്യബന്ധനം നടത്തുന്നു. മത്സ്യബന്ധനത്തിന് ശേഷം അത് സംസ്കരിക്കുന്നതിലും വിപണനം ചെയ്യുന്നതിലും വിൽക്കുന്നതിലും സ്ത്രീകളാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇവർ മത്സ്യം പണത്തിനും ഭക്ഷണത്തിനുമായി വിൽക്കുകയും ഗാർഹിക വരുമാനം, ഭക്ഷ്യസുരക്ഷ, പ്രാദേശിക സമ്പദ്വ്യവസ്ഥ എന്നിവയിലേക്ക് സംഭാവനയും ചെയ്യുന്നു. എന്നാൽ ഇവരുടെ അധ്വാനം പലപ്പോഴും തിരിച്ചറിയപ്പെടുന്നില്ല. ഉൽപാദകർ, അന്തിമ ഉപഭോക്താക്കൾ, നഗരവിദൂര ഗ്രാമപ്രദേശങ്ങളിലെ ഉപഭോക്താക്കൾ എന്നിവർ തമ്മിലുള്ള ഒരു പ്രധാന കണ്ണിയായി മത്സ്യവില്പനക്കാർ പ്രവർത്തിക്കുന്നു. ഈ എപ്പിസോഡിൽ കൊല്ലം പോർട്ട് റോഡിനരികിലായി ഉപജീവനത്തിനു വേണ്ടി മത്സ്യക്കച്ചവടം നടത്തുന്നവരുടെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. മത്സ്യവില്പന പ്രധാനമായും 3 തരത്തിലാണ് നടത്തുന്നത്. 1. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥിരമായിരുന്ന് കച്ചവടം നടത്തുന്നവർ. 2. വീടുകൾ തോറും കച്ചവടം നടത്തുന്നവർ. 3. സൈക്കിളുകളിലോ മോട്ടോർ വാഹനങ്ങളിലോ മത്സ്യവില്പന നടത്തുന്നവർ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാലും വീടുകൾ തോറും പോയി കച്ചവടം നടത്താൻ സാധിക്കാത്ത ഒരു കൂട്ടം സ്ത്രീകൾ പോർട്ട് റോഡിന്റെ വശങ്ങളിൽ തങ്ങളുടെ ഉപജീവനത്തിനായി മത്സ്യക്കച്ചവടം നടത്തുന്നു. എൻ്റെ പേര് മോളി, പള്ളിത്തോട്ടം കൊല്ലം. ഞാൻ RCC ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ എനിക്കൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഇരുന്ന് ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ മീനിപ്പോൾ നമ്മുടെ കടപ്പുറത്ത് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ചുവന്ന മീനാണ്, ചൂര, നെത്തോലി, ഇതൊക്കെ ഈ ഐറ്റംസാണ് വരുന്നത്. ഞങ്ങളിവിടെ നിന്ന് കച്ചവടം ചെയ്യുന്നത് കാരണം താഴേക്ക് വാങ്ങാൻ പോകുന്ന സാറുമാർ വന്ന് അവർ പലതരത്തിൽ ബാധിച്ചു കൊണ്ടുപോകും. ഇവിടെ തേയില വളരെ കുറവാണ്. പിന്നെ ഇവിടെ നികസനം വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന ഒരു കൂടുതൽ കാണുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ആക്കി തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇന്നത്തെ ഏജൻസ് വളരെ മോശമാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇപ്പോൾ കടപ്പുറത്ത് മീൻ വരുന്നുണ്ട്, ഒരു ബൈക്കാട്ടെടുത്ത് വായിച്ച് കൊണ്ടുപോകും. ഇവിടെ തേയില വളരെ കുറവാണ്. ഇനിയും കൂടുതൽ കടപ്പുറത്ത് വരുന്നത് കൊണ്ട് ഇവിടെ തേയില കുറവാണ്. വരുന്നവർ നേരെ അവർ വായിച്ചെടുത്ത് കൊണ്ടുപോകും. ആ സമയത്ത് മീൻ വളരെ കൂടുതലാണ്. മീൻ കൂടുതലാണ്. ഇപ്പോൾ ബോട്ട് അടച്ച് കിടക്കുന്നത് കാരണം വിലയുണ്ട്. ഇപ്പോഴത്തെ മീനിന് വിലയുണ്ട്. ഇനിയിപ്പോൾ 14 മാതി ബോട്ട് ഉറങ്ങുമ്പോൾ മീനിന് ഇവിടെ വില കുറയും എന്നാണ് പറയുന്നത്. ഞാൻ താന്നിയിലുള്ളതാണ്. ഇവിടെ വന്നിരുന്ന കച്ചവടം ചെയ്യുകയാണ്. 48 വർഷമായി ഞാൻ കച്ചവടത്തിന് തുടങ്ങിയിട്ട്. അന്ന് കഷ്ടപ്പെട്ട് കരയൊക്കെ ഒരു ബോട്ട് 3 പേരിനും ഒരാണ്. മൂന്നുള്ളത് പൊട്ടല്ല. അവനെയും കിട്ടിച്ച്. 2 മക്കളുണ്ട്. ഒരു കൊച്ച് ഇപ്പോഴും അസുഖക്കാരനാണ്. 12 വർഷമായി. വയസ്സ് 2 അസുഖമാണ്. എനിക്ക് ഒരു അസുഖമൊക്കെ ഉണ്ടായിരുന്നു. പ്രഷറുണ്ട്. അതിന് മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. ചിലവുണ്ട്. ഗുളിക ആദ്യമൊക്കെ 270 രൂപയ്ക്ക് ഒരു ഗുളിക മേടിച്ചാൽ മതിയായിരുന്നു, 10 ഗുളിക. ഇപ്പം 370 രൂപ വേണം കള്ള മേടിക്കണം. പാർട്ടിനായിരുന്നു. എല്ലാം ഏതോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ മക്കളൊക്കെ ഉണ്ട്, മക്കൾ നോക്കും. ഈ അസുഖങ്ങളൊക്കെ വന്ന് കിടന്നപ്പോൾ മക്കൾ തന്നെയാണ് മരുന്ന് വാങ്ങിച്ചൊക്കെ തന്നത്, നോക്കിയത്. എല്ലാം ഒത്തിരി കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നിരിക്കുമ്പോൾ ഇവിടെ ഓരോ പെണ്ണുങ്ങളായിരിക്കുന്നതല്ല കേൾക്കുന്നു. അവിടെ നിന്ന് വരുന്നെന്നും പറഞ്ഞ കാര്യം ഞാൻ ഇച്ചിരി വിട്ടുവീഴ്ച ചെയ്ത് കച്ചവടം ചെയ്യും. അതാണ് ഇതിനകത്ത് വരുന്ന തകരാറ്. അപ്പോൾ 100 രൂപയും കൊണ്ട് വരുന്ന മക്കൾക്ക് ഞാനൊരു തുറയുടെ മീൻ കൊടുക്കും. അതെനിക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ കയറി വയ്ക്കുന്നില്ല. അപ്പോൾ ആ രീതിയിൽ കൊടുക്കും. അതിനെ എന്നെ കിടന്ന് ഞാൻ വിറ്റിട്ട് വാരിക്കൊണ്ട് ഒന്നും പറഞ്ഞ് നടന്ന് ചീത്ത വിളിക്കും. അതാണ് നമുക്ക് ഇവിടെ ഉള്ളതാണ്. അന്നന്ന് കൊണ്ടുവരുന്നത് അന്നന്ന് എന്നെ വിറ്റിട്ട് അത് പോകും. അതാണ് അതിനെന്നെ കണ്ടുകൂടാം. അത് വരുന്നവരും നമ്മൾ സഹകരിക്കുന്ന കണക്കിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ വരുന്ന മക്കൾക്ക് നമ്മൾ ഇച്ചിരി വിട്ടുവീഴ്ച ചെയ്യും. നിരപരാധികൾ പണക്കാരും കാണും അല്ലേ? അവരെ നമ്മൾ 100 രൂപ അധികം മേടിച്ചാലും ഈ നിരപരാധികൾക്ക് കൊടുത്തോണ്ടേ പോകത്തുള്ളൂ. ഞാൻ കൊണ്ട് എൻ്റെ വീട്ടിനകത്ത് എല്ലാം കൂടെ കൊണ്ടുവച്ച് എനിക്ക് കൊടുന്നാണ്. ഞാൻ എൻ്റെ മക്കൾക്കും കൊടുക്കാതെ കിട്ടുന്നതിൽ ഔരിയ പുസ്തകം കൊടുത്തോണ്ട് തന്നെയാണ് ഇരിക്കുന്നത്.
അപ്പൊ അവർക്ക് ആവശ്യമുള്ളത് അവർക്കും കൊടുക്കും. എനിക്ക് മരുന്നിനുള്ളത് ഞാൻ എടുക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു കൂട്ടം മീൻ കൊണ്ടുവന്ന് വിറ്റാൽ ആ ഒരു കൂട്ടം മീനിന്റെ കാശ് ചേർക്ക് വേണം. അന്നേരം പിടിച്ചു വെച്ച് നിൽക്കുമ്പോൾ അവർക്ക് 2-3 ദിവസം വെച്ചിരുന്ന് വിൽക്കാനൊക്കെ. അപ്പൊ നമുക്ക് അങ്ങനെ വേണ്ട. എനിക്ക് അന്നെന്നുള്ളത് 500 ആണെങ്കിൽ 500, 1000 ആണെങ്കിൽ 1000. അതോ എനിക്ക് നല്ല തൃപ്തിയാണ്. ഭർത്താവ് മരിച്ചിട്ട് 8 വർഷമായി, 7 വർഷം കഴിഞ്ഞു, 8ാമത്തെ വർഷം. ഞാൻ ഇതിലൊക്കെ തന്നെയാണ് ഞാൻ സന്ദർശിച്ചു പോകുന്നത്. അല്ലാതെ എനിക്ക് വേറെ വരുമാനം ഇല്ല. നേരത്തെ ഞാൻ ആദ്യം പത്തിലെ കുളത്തോട്ട് ചന്തയിലായിരുന്നു. അവിടെ നിന്ന് അവൻ്റെ ചുടുകാട്ടിലോട്ടങ്ങ് മാറുകയില്ല. അപ്പൊ ഞാൻ അവിടെ നിന്ന് മാറിയിട്ട് ഞാൻ കുട്ടികളെ കുറച്ച് ഭാവി കച്ചവടം ചെയ്തു. അതാ റോഡ് രീതി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഈ കൈ കൊണ്ടൊന്നും കൊണ്ടുപോകാനും വരാനും ഒക്കത്തില്ല. ഹസ്ബൻഡ് ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിരിക്കില്ല. ഇവിടെ വന്നിരുന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ദൈവത്തിന്റെ സഹായം കൊണ്ട് വളരെ നല്ല പോകുന്നു. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മക്കളുടെ പഠനം, മറ്റു ജോലികൾക്ക് പോകാനുള്ള വിദ്യാഭ്യാസക്കുറവ്, ഈ കാരണങ്ങൾ കൊണ്ടാണ് പലരും ഈ ജോലിയിലേക്ക് തിരിഞ്ഞത്. ക്യാൻസർ രോഗികൾ മുതൽ ഹൃദ്രോഗികൾ വരെ ഈ കൂട്ടത്തിലുണ്ട്. ചെറിയൊരു തുകയെങ്കിലും കിട്ടിയാൽ അവരുടെ ആവശ്യങ്ങൾക്ക് ഒരു പരിധിവരെ സഹായകമാകും എന്ന പ്രതീക്ഷയോടു കൂടിയാണ് ഇവർ ഇതിനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നതിനെ ഞങ്ങളുടെ നിവൃത്തിയറിയേണ്ടോന്ന് ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്നതിനെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടു. അപ്പുറം ഇരുന്നപ്പോൾ കച്ചവടം ഉണ്ടായിരുന്നു. ഇവിടെ ഇരുന്നപ്പോൾ അതും ഇല്ല. ആർവറിനകത്ത് കയറി കടക്കാർ വരുമ്പോൾ അവർ തനിയെ പോയി ആർവറിനകത്ത് കയറി. ഞങ്ങൾ കാറ്റും കൊണ്ടും മഴയും കൊണ്ടും കുടകൾ ഒടിഞ്ഞ് നടുവ് ഒഴിഞ്ഞ ഇടിച്ചടിച്ചു. ആർവറിനകത്ത് കയറി കറക്കി മീൻ വെച്ചിട്ടുണ്ട്. ഞങ്ങളെന്ത് ചെയ്യും? ഞങ്ങളെ വീട്ടിലൊക്കെ വരുമെന്ന് പറഞ്ഞ് കാട്ടാൻ ഞങ്ങൾ അത് വെച്ചിട്ടുണ്ട്. മിക്ക ദിവസവും ഞങ്ങൾ കൊണ്ടുപോയി അന്നന്ന് എടുക്കുന്ന 10,000, 2,000, 5,000 എനിക്ക് മീനിട്ട് വിറ്റ് തീരത്തില്ല. മറ്റേ ആർവറിന്റെ ഫ്രണ്ടിൽ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് കച്ചവടം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇല്ല. ഞങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെയൊക്കെ ജീവിതം ആളെ നരകം പിടിച്ചത്. നമ്മള് മത്സ്യത്തൊഴിലാളികളല്ലേ. വീട്ടിൽ ആണുങ്ങൾ പോയാൽ ചിലപ്പോൾ പണിയാകത്തില്ല. നമ്മൾ പോയി കൊണ്ടുവരുന്നത് ഒരാൾ കഷ്ടപ്പെട്ടാൽ ഇരിക്കാനൊക്കത്തില്ല. ഇപ്പോഴത്തെ സാധനങ്ങളുടെ വിലയ്ക്കൊക്കെ എന്നുവെച്ചാൽ അതിനുള്ള വരുമാനമില്ല. വന്നിരിക്കുന്നവരെല്ലാം മരുന്നോ ഗുളികയൊക്കെ മേടിക്കാൻ എന്തെങ്കിലും കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കണ്ടേ. ഇങ്ങനെ ജോലിയിലെ കിട്ടിയാൽ നമുക്ക് അത്രയ്ക്ക് ആകുമല്ലോ എന്ന് പറഞ്ഞാൽ ഇതോ ചെയ്യത്തിരിക്കുന്നത്. തഴച്ച പണി പോകാൻ പറ്റത്തില്ല. സുഖമില്ലാത്തവരിവിടെ ഉണ്ട്. നടന്നു പോയി കച്ചവടം ചെയ്യാൻ പറ്റുന്നവരും ഉണ്ട്, പറ്റാത്തവരും ഉണ്ട്. ഇങ്ങനെ സുഖമില്ലാത്തവരാണ് ഇവിടെ ഇരിക്കുന്നത്. വീടുകളിൽ പോയി ചെയ്യാൻ പറ്റാത്തവർ തോനെയുണ്ട് ഇതിനകത്ത്. പറ്റുന്നവരും ഉണ്ട്. ഇവിടെ മീൻ അവിടെ നിന്ന് കഴിച്ച് ഇവിടെ കൊണ്ട് വയ്ക്കുമ്പോൾ മേടിക്കാൻ വരുന്നവർ പറയുന്നത് അവിടെ ഒത്തിരി വാരി കൊടുക്കുന്നത് 20 രൂപയ്ക്ക് താന്നു. നിങ്ങൾ സന്ധ്യ ആകുമ്പോൾ കൊടുത്തോണ്ട് പോകുന്ന പറയും. ഇത് കൊടുത്തിട്ട് പോകുന്ന നിങ്ങൾക്ക് പറയുന്ന വിലയ്ക്ക് രാത്രിയാകുമ്പോൾ ചീത്തയായേ പോകും എന്നും പറയും. അപ്പോൾ അവർ പറയുന്ന വിലയ്ക്ക് നമുക്ക് കൊടുക്കും. അവിടെ കിണി അവിടെ തൂക്കിയത് 270, 300 രൂപ വെച്ചൊക്കെയാണ്. ഇവിടെ മേടിക്കാൻ വരുന്നവർക്ക് 6 വയലിൽ വെച്ച് കൊടുക്കുമ്പോൾ അത് തൂക്കിയാൽ 2 കിലോ ഉണ്ട്. 500 രൂപയ്ക്ക് അവർ മേടിക്കുന്നില്ല. അവർ 400 രൂപയ്ക്ക് അപ്പുറം പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ കടവും പ്രയാസത്തിനും ഒക്കെ കഴിയുന്നവരാണ് ഒരുവിധപ്പെട്ടവരതെ. അത് ഞങ്ങൾ എന്ത് ചെയ്യും? അവർ ആർവറിനകത്ത് നിന്നാൽ എന്ത് വിലയ്ക്കാണെങ്കിലും അവർ മേടിക്കുന്നത്. ഞങ്ങൾ പെണ്ണുങ്ങളാണെങ്കിൽ വെച്ചോണ്ടിരുന്നാൽ പകുതി വിലയെ പറയത്തില്ലേ. ഈ കാറ്റ് വരുമ്പോഴും മഴ വരുമ്പോഴും എല്ലാം കുട ഒടിഞ്ഞു പോകും. ചിലപ്പം ഒരാഴ്ചയിൽ വർഷകാലം മഴ സമയത്ത് ഭയങ്കര കാറ്റാണ്. അപ്പം ഈ കുട വെക്കുമ്പോഴത്തേക്ക് ഒടിഞ്ഞു പോകും. ആ കുടയില്ലെങ്കിൽ നമുക്ക് ഇരിക്കാനൊക്കത്തില്ല. മീന് വന്നാലും അങ്ങനെ തന്നെ. കുട കാറ്റുള്ളപ്പോൾ കുട അങ്ങ് കയറിപ്പോകും. പിന്നെ പിടിച്ചോണ്ടിരിക്കാൻ കുട കയ്യിൽ പിടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് കാറ്റത്ത് നിൽക്കത്തില്ല. നമ്മളെ കൂടെ പറക്കിച്ചോണ്ട് പോകും. ഈ 2 മാസത്തിനുള്ളിൽ 2 കുട ഒടിഞ്ഞു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും കിട്ടത്തില്ല. നഷ്ടമാണ്. പോകുമില്ല. മരുന്നിന് കിട്ടുന്നത് ഇതിങ്ങനെ പോകും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട്. 10 രോഗം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് നമുക്ക് അങ്ങനെയില്ല. അങ്ങനെ ഈ വെയിലുള്ളാതെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥാനം കിട്ടണം. അങ്ങനെ അവർ എത്രയോ കയറ്റണം വേറെ എല്ലാം കണ്ടോട്ട് പോകുന്ന ഇവരെല്ലാം കണ്ടോട്ട് പോകുന്ന ഞങ്ങളത് വെയിലത്തിരിക്കുന്ന മഴയത്തിരിക്കുന്നതൊക്കെ. അന്നത്തെ ഒരു തീരുമാനം അവർ ചെയ്യുന്നില്ല. നമ്മളെന്തോ ചെയ്യും? ആർമറിനകത്ത് കച്ചവടം ഉള്ളത് കൊണ്ട് നമുക്കൊരു കച്ചവടവും ഇല്ല. അവിടെ നിന്ന് ഈ ഒട്ടേറെ ആളുകൾ വന്ന് നടക്കുന്നത് കാരണം അവരെ എന്ന് മേടിച്ചുകൊണ്ട് പോകും. നമ്മൾ ഈ വെയിലും മഴയും അത്രയും കൊണ്ട് ഇവിടെ ഇരിക്കുന്നതെല്ലാം വെച്ചാൽ ഞാൻ അന്നായിരുന്നു വന്നത് 11 മണി കഴിഞ്ഞ കച്ചവടം ഇല്ലാത്തത് കൊണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയാമല്ലോ. ഓരോന്നും അതിൻ്റെ ഇരിക്കണം.
മഴയായോണ്ട് പൊതുവെ ഈ മഴ ആയതുകൊണ്ടാണ് ഇന്ന് വരാതിരുന്നത്. മഴ കാരണം ആരും വരത്തില്ല. എന്ന് വെച്ചാൽ വന്നാലും അവരെല്ലാം പോയി ഹാർബറിനകത്തുനിന്നാ മേടിക്കത്തില്ല. നമ്മുടെ അടുത്ത് വരത്തില്ല. അവന്മാർ വണ്ടി ഇങ്ങോട്ട് വരും, അവിടെ ഇരുന്ന് വിൽക്കുന്ന പെണ്ണുങ്ങളെ നിന്ന് മേടിക്കും. നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് ചായയും പാലും ഉറക്കം ഒഴിയുന്നത് എല്ലാം മിച്ചം. നമുക്കിതിലൊരു പ്രതിഫലവും ഇല്ല മക്കളെ. എന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വ്യത്യാസമുള്ളവർക്ക് നമുക്ക് ഉറക്കമൊന്നും ഒഴുകിയിരിക്കാനൊക്കത്തില്ല. എന്നാലും നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ട് കണ്ടതാണ് നമ്മൾ ഒന്ന് ഈ ഉറക്കം ഒഴിയുന്നത്. നമ്മുടെ മക്ക അസുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും തരുന്നില്ലല്ലോ. നമ്മളതിന് കഷ്ടപ്പെട്ടെങ്കിലും നമുക്ക് പത്തിരി നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ വെള്ളക്കാരെന്ന് പറഞ്ഞാൽ കിട്ടുന്നവർക്ക് കിട്ടുന്ന, ഇല്ലാത്തവർക്ക് ഇല്ല. നമുക്ക് മഴയ വെള്ളം ഉണ്ട്, എല്ലാവർക്കും പണി ഒരുപോലെ കിട്ടിയാൽ ഉണ്ട്. ഇന്നും തന്നെ ഇന്നലെയും കാറ്റും മഴയത്തും പോയി തള്ളിയും കുത്തും ഇല്ലാതെ ഉണ്ട്. കാറ്റും മഴയും കാരണം അതും ബുദ്ധിമുട്ടിയായിരുന്നു. എൻ്റെ പേര് ഗ്രേസ്. ഞാൻ തിരുവനന്തപുരത്തുള്ള കൊച്ചിയിലുള്ള. ഇവിടെ തന്നെ കെട്ടിച്ചോണ്ടുണ്ട്. ഇവിടെ പിന്നെ ഭർത്താവ് ഇങ്ങനെ ഇച്ചിരി കുടിയും വെള്ളമൊക്കെ ആയപ്പോൾ മക്കളെ വളർത്താൻ വേണ്ടി ഇതിന് വേണ്ടി ഇറങ്ങിയത്. 2 പെൺമക്കളാണ്. മൂത്തോളം കെട്ടിച്ച് 6 മാസമായി ഭർത്താവ് മരിച്ച്. അങ്ങനെ കുറേ ദുഃഖവും ദുരിതവും എല്ലാം പട്ട് ഇപ്പൊ 2 അഴിച്ച് നമ്മളിപ്പോ വെയിലും കാറ്റും മഴയും എല്ലാം കൊണ്ട് ആണുങ്ങളെ കണക്കൂടെ റോട്ടി നിന്നു. അവിടെ ആറുകൊണ്ട് ഫ്രണ്ട് ഇരുന്നപ്പോഴും അവിടെ നിന്ന് അടിച്ചോട്ടിച്ച്. അത് കാവനാടുള്ള 2-3 പെണ്ണുങ്ങൾ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കി. അപ്പോൾ ഇവിടെയുള്ള പെണ്ണുങ്ങൾക്ക് കൂടെ ജീവിതമില്ല. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഇല്ല, അവിടെ പോകുമ്പോഴേ നമുക്ക് അകത്ത് കയറി മേടിക്കുന്നവരും പുറത്ത് വന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അവർ മേടിച്ചിട്ട് പോകും. പിന്നെ അവിടെ നിന്ന് എല്ലാവരും കൂടെ ഇങ്ങോട്ട് ഓട്ടിച്ചു കിട്ടും. അപ്പൊ നമ്മൾ ഇഷ്ടപ്രകാരം ഇവിടെ ഇരിക്കുന്നു. ഇവിടെ വന്നിപ്പോ 2 വർഷമായി. ഇവിടെ അത്ര കച്ചവടമൊന്നും ഇല്ല, പൈസകളെല്ലാം പോക്കാ. അവിടെ ഇരുന്നപ്പോൾ വനാരിക്കൊക്കെ കിട്ടുമായിരുന്നു, മരുന്നിന് കിട്ടുമായിരുന്നു. ഇപ്പൊ ഇവിടെ ഇരുന്ന് ഇവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ് വെയിലുണ്ട്, ചൂടെടുത്ത് വീണ്ടും അവിടെ നീര് വന്നു. മരുന്നെല്ലാം ഇവിടെ ബാസിനെ കൊണ്ടേ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ വിടാൻ പോകുന്നു. അങ്ങനെ അവിടെ കൊണ്ടുപോയി ഇതാണ് പോക്കവര്. ഇതവിടെ നമുക്ക് 90 രൂപ വില വീണം. അതിന് 5 ഉഴച്ച് കൊടുത്താൽ ഞങ്ങൾക്ക് 50 രൂപ കിട്ടും. അത് ചിലവർ 400 പറയും, 350 പറയും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസകളെല്ലാം പോകും. ഒരുപാട് നഷ്ടം ഉണ്ടായിരുന്നു. ഒരുപാട് നഷ്ടവും പിന്നെ സമയം പോട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നിരിക്കും. നമുക്ക് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ദിവസം പോകും. 10,000 രൂപ നമുക്ക് കിട്ടും. ഞങ്ങൾക്കൊരു വഴിയും കാണുന്നില്ല. മേര് പറഞ്ഞ് ഞങ്ങൾക്ക് അവിടെ എവിടെയും ഒരു കട കെട്ടിത്തരുമെന്നു, അതും കെട്ടി തന്നില്ല. ഞങ്ങളിങ്ങനെ കാറ്റും മഴയും കൊണ്ട് കുടകളെല്ലാം മേടിച്ച് 2,500 മേടിച്ച കുടകളെല്ലാം നഷ്ടപ്പെട്ടു. എനിക്ക് മേടിച്ച് 2,500. അങ്ങനെയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഒരുപാട് നഷ്ടം. ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇതും ഇല്ല. എല്ലാവർക്കും നഷ്ടവും ഇതെല്ലാം തന്നെ. ഇവിടെ വർഷങ്ങളായി അത്യാവശ്യം പച്ചക്കറികൾ വിൽപ്പന നടത്തുന്ന വ്യക്തി തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. ഇപ്പോൾ ഒരു 2 വർഷം കൂടെ ഉണ്ട് ഞാൻ. ചീരയുണ്ട്, നെല്ലിക്കയുണ്ട്, പയറുണ്ട്, പാവലുണ്ട്, കോവൽ, ഈ ഐറ്റങ്ങളെല്ലാം കൊണ്ടുവന്ന് ആദ്യം നമ്മുടെ സ്വന്തം സാധനം ഉണ്ടായിരുന്നു. ഇപ്പം മാർക്കറ്റിംഗ് എടുത്തുകൊണ്ടുവന്ന് വിൽക്കുക. ലൊക്കേഷനാണെന്ന് പറഞ്ഞെങ്കിലും കോർപ്പറേഷൻ ഇവിടുന്ന് എടുക്കാൻ പറയുന്നത് ആ ടൈമിൽ നമ്മൾ എടുക്കണം. അല്ലാണ്ട് നമുക്ക് സേം വെച്ചാൽ ഒക്കത്തില്ല. നമ്മൾ പറയുന്ന കൊണ്ട് വിറ്റാൽ 2,000 രൂപ, 500 10,000 രൂപ, അല്ലെങ്കിൽ 10,000 രൂപ കിട്ടും. അത് നമ്മുടെ വീട്ടിൽ മോളെത്താനുള്ള ഒരു വയ്യാത്തയൊക്കെ ഉണ്ട്. അതിലൊക്കെ വയ്യാത്തിന് എൻ്റെ കൈയൊന്നും വയ്യാത്ത ഞാൻ ഇപ്പോൾ കൈന് ഓടിക്കാറില്ല പറഞ്ഞു. അങ്ങനെ ഈ മേഖലയിൽ ഇപ്പം എല്ലാം ഇഷ്ടപ്പെടുന്നു. ഇതിനെ റേഷനും ഒക്കെ മേടിക്കാം. പറഞ്ഞു ചിലപ്പോൾ 100 കോടി തീരെ ഉള്ളത് 40 കോടി തിരിച്ചു പോകും. നല്ല സഹായമായിരുന്നു. നല്ല സഹായമാണ്. നല്ല സഹായമാണ്. നമുക്ക് സപ്പോർട്ട് ചെയ്യും. അത് വിറ്റെടുക്കുന്നതിന് വേണ്ടി ആളുകൾക്ക് ആ പ്രേരണ അങ്ങോട്ട് ജയിക്കുന്നുണ്ടെങ്കിൽ നല്ല ആവശ്യമാണെന്നൊക്കെ പറഞ്ഞ് വിനിപ്പിച്ചു തരും. എൻ്റെ പറയുന്നത് ഒരുപാടുള്ളതാണ്. നമ്മൾ എന്തൊക്കെ സഹകരണം നല്ലതായിരുന്നു. ഞാൻ ആദ്യം വളർന്നിട്ട് റെയിൽവേ റേറ്റിംഗ് എടുത്തിരുന്നായിരുന്നു. അവിടെ ആളുകളെല്ലാം കൂടെ ചെയ്യാറുണ്ട്. എന്നാൽ ഈ മോരുമണ്ണും മറ്റു കോണായും അതിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വിൽക്കാൻ കാണാൻ പറ്റില്ല. അങ്ങനെ ഞാൻ അവിടെ നിർത്തി പോകുന്നപ്പോൾ എൻ്റെ ഈ പെയിൻ്റ് കൂടെ ഉണ്ടായിരുന്നു. വെള്ളത്തിനൊക്കെ പോകുന്ന അദ്ദേഹം ഞാൻ പറഞ്ഞ ഇരിക്കും പറഞ്ഞാൽ എനിക്കായിട്ട് പെട്ടിയൊക്കെ അടിച്ചെങ്കിൽ കുടയൊക്കെ വാങ്ങിച്ചെന്നെ അങ്ങനെ തന്നെ അവിടെ ഇരിക്കുക. ആ സാമ്പത്തികപരമായിട്ട് ഒക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിറ്റ് ചോപ്പ് ചീര, പച്ചച്ചീര, അഗസ്ത്യ ചീര, മുരിങ്ങയ്ക്ക, പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സാമ്പത്തിക എൻ്റെ മോൻ്റെ മരണമായിരുന്നു. അങ്ങനെ ആകുമ്പോൾ ഒന്ന് എടുക്കാൻ തീരായിട്ട് പൈസ ഇല്ല.
അപ്പോൾ ഇവിടെ സ്ഥലം പോരൊന്നും പറഞ്ഞിരിക്കുന്നതിന് സീസൺ ഇപ്പോൾ അവർക്ക് ഒരാഴ്ച കഴിഞ്ഞ് ബോട്ടൊക്കെ വാങ്ങി കഴിഞ്ഞാൽ നല്ല ഇവിടെ നിൽക്കാൻ സ്ഥലം കിട്ടത്തില്ല. നല്ല 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 ഡിസ്റ്റൻസ് നല്ല കവർന്നുള്ള ആൾക്കാരും വരും, കൂടുതൽ ആളുകളും വരും. ദിവസം വരുമ്പോൾ നമ്മൾ ഒരു വാഹനം പറയുമ്പോൾ പിന്നെ നമ്മുടെ പട്ടണിയും പാടും കണക്കാക്കി അവിടെ ആരോഗ്യമായിട്ട് ഇരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം അതിനുകൊണ്ടൊരു വിഷമമുണ്ട് എപ്പോഴും നമുക്ക്. ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിൽ നിന്നും മത്സ്യവുമായി കച്ചവട സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കാനുള്ള ചിലവ്, റോഡരികിലായതിനാൽ മഴയിൽ നിന്നും വെയിലിൽ നിന്നും രക്ഷ നേടാനായി വലിയ കുടകൾ ഉപയോഗിക്കേണ്ടി വരികയും അത് കേടാകുമ്പോൾ ഇടയ്ക്ക് പുതിയത് വാങ്ങുന്നതിനുള്ള അധിക ചെലവ്. മത്സ്യബന്ധനത്തെ അപേക്ഷിച്ച് മത്സ്യവിൽപ്പനയിലേക്ക് വരുമ്പോൾ കച്ചവടക്കാർ പൊതുജനങ്ങളുമായി കൂടുതൽ ഇടപഴകേണ്ടി വരുന്നു. ഇതവർക്ക് ധാരാളം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നു. ഹാർബറിനുള്ളിൽ കച്ചവടം ചെയ്തവരാണ് ഇവരിൽ മിക്കവരും. അന്ന് അവർക്ക് പൂർണ്ണമായും മത്സ്യവിൽപ്പന നടത്താൻ സാധിച്ചിരുന്നു. അവിടെ നിന്നും ഒഴിപ്പിച്ചതോടെ പോർട്ട് റോഡരികിലേക്ക് അവർക്ക് മാറേണ്ടതായി വന്നു. ഈ കച്ചവട സ്ഥലം ഇവർക്ക് ശാശ്വതമല്ല. ഏത് സമയത്തും അധികാരികൾക്ക് ഇവരെ ഇവിടെ നിന്നും ഒഴിപ്പിക്കാം. മത്സ്യക്കച്ചവടം നടത്തുന്നതിനായി അംഗീകൃതമായ ഒരു സ്ഥലം ലഭ്യമാകുമെന്ന പ്രതീക്ഷയിൽ അവർ കഴിയുന്നു.